പൊതുനിരത്തുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേറിട്ടൊരു കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടും സർക്കാർ വക പരസ്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്നുള്ള വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ നികുതി പണം ഉപയോഗിച്ച് KSRTC ബസ്സുകളിലും പൊതുനിരത്തുകളിലും സ്ഥാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂറ്റൻ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ഓടി നടന്ന് കീറിക്കളയുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വസ്തുതകളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ 48 മണിക്കൂറിനുള്ളിൽ പൊതുനിരത്തുകളിലെയും സർക്കാർ ഓഫീസുകളിലെയും സർക്കാർ ഭൂമികളിലെയും പരസ്യങ്ങളും ചിത്രങ്ങളും നീക്കം ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് 60 മണിക്കൂർ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളോടുകൂടിയ പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് കമ്മീഷൻ ഉടൻ തന്നെ നടപടിക്ക് ഉത്തരവിടുകയും ഉദ്യോഗസ്ഥർ നേരിട്ടിറങ്ങി പരസ്യങ്ങൾ നീക്കം ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഗൗരവകരമായ മറ്റൊരു വശം ഈ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച തുകയാണ്. വെറും 2 മാസം മുൻപ് ജനുവരി 15-നാണ് ഖജനാവിൽ നിന്ന് 7.5 കോടി രൂപ മുടക്കി KSRTC ബസ്സുകളിലും പൊതുനിരത്തുകളിലും ഈ പരസ്യങ്ങൾ സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ വെറും 2 മാസത്തെ പ്രദർശനത്തിന് വേണ്ടി ഇത്രയും വലിയ തുക ദൂർത്തടിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ 7.5 കോടി രൂപയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വലിച്ചു കീറിക്കളയുന്നത് എന്നോർക്കുമ്പോഴാണ് ഈ ദൂർത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മാത്രം ഏകദേശം 117 കോടി രൂപയാണ് സർക്കാർ പരസ്യങ്ങൾക്കായി പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. വെറും 100 രൂപയുടെ ഇൻസെന്റീവിനായി തിരുവനന്തപുരത്ത് മാസങ്ങളോളം വെയിലും മഴയും കൊണ്ട് സമരം ചെയ്ത ആശാവർക്കർമാരുടെ കണ്ണീര് കാണാത്ത സർക്കാർ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കോടികൾ ഒഴുക്കുന്നത് കടുത്ത അനീതിയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പിണറായി വിജയൻ എന്ന ഭരണാധികാരി നടത്തുന്ന ഈ പരസ്യ ധൂർത്ത് സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണെന്ന് പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പരസ്യം നൽകുന്നതിൽ നിയമ തടസ്സമില്ലെങ്കിലും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ഉടൻ തന്നെ അത് നീക്കം ചെയ്യേണ്ടത് ഓരോ സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് CPM കാണിച്ച ധിക്കാരത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓടി നടന്നു കീറിക്കളയുന്ന ഓരോ പരസ്യവും ഈ നാടിന്റെ നികുതി പണമാണെന്ന ബോധ്യം ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോകുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഗുണകരമല്ല. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും സാധാരണക്കാരന്റെ പണമൂർത്തുകൾക്കായി ഉപയോഗിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.